നമസ്കാരം. ജനത്തെ പറ്റിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്നും കോടികൾ വാരിയെറിഞ്ഞ് ഹോർഡിങ്സുകളും ബിൽബോർഡുകളും സ്ഥാപിച്ച് ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയും വിലക്കെടുത്ത് മൂന്നാം ഭരണം ഉറപ്പാക്കുന്നു എന്ന വ്യാജ നറേറ്റീവ് സൃഷ്ടിക്കുകയായിരുന്നു പിണറായി വിജയൻ ഇതുവരെ. പക്ഷെ പിണറായിക്ക് മനസ്സിലായി ഇത് നടക്കില്ല, ജനങ്ങൾ ഈ കെണിയിൽ വീഴുന്നില്ല എന്ന്. ഇതോടുകൂടി പിണറായിയുടെ സമനില തെറ്റിയ അവസ്ഥയിലാണ്. കേറിവാട മക്കളെ എന്നൊക്കെ പറഞ്ഞ് നടത്തിയ PR ക്യാമ്പയിൻ അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി. സകലരെയും വെറുപ്പിച്ച് പിണറായി ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കുകയാണ്. കോന്നിയിലായിരുന്നു പിണറായി വിജയന്റെ ആ ഗംഭീര പ്രകടനത്തിന്റെ തുടക്കം. കോന്നിയിലെ സമ്മേളന വേദിയിൽ ഒരു കട്ട സഖാവാണ്. മറുനാടൻ മലയാളിക്ക് അവിടെ ഒരു തെറ്റ് പറ്റി. പിണറായി വിജയൻ അത്ര പോങ്ങനൊന്നുമല്ല. അങ്ങേരൊക്കെ നന്നായിട്ടറിയാം, ഇപ്പോൾ ഇനി ഭരണം കിട്ടിയാൽ അത് ഈ പാർട്ടിയിലെ അവസാനത്തെ ഭരണമായിരിക്കുന്നത് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാന നിമിഷമായാലും എങ്ങനെയെങ്കിലും പുള്ളി ഭരണം ഒന്ന് കളഞ്ഞു കിട്ടണം എന്നുള്ള ഒരു തോന്നലേ ആ പുള്ളിക്കാരനുള്ളൂ. കാരണം പുള്ളിക്ക് ബുദ്ധിയുണ്ട്. കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ വീണ്ടും ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഇത് കളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പുള്ളിക്ക് തെറ്റൊന്നും പറ്റിയിട്ടൊന്നുമില്ല.